ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് നേരെ മതമൗലികവാദികൾ ഉയർത്തിയ ഭീഷണിയിൽ ശക്തമായ നിലപാടുമായി ഭാരതം. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വിളിച്ചുവരുത്തി ഭാരതം പ്രതിഷേധമറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിൽ ബംഗ്ലാദേശ് മ്യാൻമാർ ഡിവിഷന്റെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് റിയാസ് ഹമീദുള്ളയെ വിളിച്ചുവരുത്തിയത്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന ആവശ്യത്തോട് ഭാരതം അനുകൂല നിലപാട് സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് മതമൗലികവാദികളുടെ പ്രതിഷേധം. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, എന്താണ് സംഭവമെന്ന് ആദ്യം പറയണം. കൃഷ്ണരാജ്, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലുള്ളൊരു വിഷയം, അതായത് ഷെയ്ഖ് ഹസീന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു. അതായത് ബംഗ്ലാദേശിലെ പ്രത്യേക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ശിക്ഷാവിധി നടപ്പാക്കിയതിന് ശേഷം, ശിക്ഷാവിധി പുറത്തു വന്നതിന് ശേഷം ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണം എന്നൊരാവശ്യം ഔദ്യോഗികമായി തന്നെ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് ഭാരതം വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, അത്തരത്തിൽ ഷെയ്ഖ് ഹസീനയുടെ താല്പര്യത്തിനനുസരിച്ച് എത്ര കാലം ഇവിടെ കഴിയാൻ സാധിക്കുന്നതോ അത്രയും കാലം ഭാരതത്തിൽ കഴിയാൻ അനുവദിക്കുമെന്ന നിലപാടാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായി തന്നെ പറഞ്ഞത്. സ്വാഭാവികമായും ഇതിൽ പ്രതിഷേധിച്ചാണ് ധാക്കയിലെ ഭാരതത്തിൻ്റെ എംബസിക്ക് നേരെയുള്ള ഒരു പ്രതിഷേധ മാർച്ചെല്ലാം തന്നെ തുടരുകയും അത്തരത്തിലുള്ള നടപടികൾ തുടരുകയും ചെയ്തത്. അത്തരത്തിൽ ഭാരതത്തിൻ്റെ എംബസികൾക്കെതിരെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നയതന്ത്ര സ്ഥാപനങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും ആക്രമണവും നടത്താനുള്ള ഒരു നീക്കം സ്വാഭാവികമായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രകോപനപരമായ നിലപാട് കൂടി ഉണ്ടായി. ആ പ്രകോപനപരമായ നിലപാട് എന്ന് പറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദികൾക്ക് ഒരു പരിധിവരെ തങ്ങൾക്ക് ആശ്രയം നൽകേണ്ടി വരുമെന്നൊരു ദുസ്സൂചന നൽകുന്ന ഒരു പ്രഖ്യാപനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഈ രണ്ട് പ്രശ്നങ്ങളും വളരെ സങ്കീർണമായ ഒരു പ്രകൃതമാണ് സൃഷ്ടിക്കുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുമെന്ന ഒരു ഭീഷണിയുടെ സ്വഭാവം നിർത്തി ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊണ്ടുവന്ന് വധശിക്ഷ നടപ്പാക്കാനുള്ള നീക്കത്തിൻ്റെ ഒരു രീതി, അത് ഒരു ഭീകര സ്വഭാവമുള്ള രീതിയാണ്. അന്താരാഷ്ട്ര നയതന്ത്ര രീതികളിലൊന്നും തന്നെ സ്വീകാര്യമായ ഒരു രീതിയല്ല. മാത്രമല്ല, ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഹേഗിലെ കോടതിയെ സമീപിക്കാനിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി നടപ്പാക്കിയത് അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചത് തെറ്റായ രീതിയിലാണ് എന്നൊരു ആരോപണവും അവർ ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള നീക്കം, ഭാരതത്തിൻ്റെ വിഘടനവാദികളെ സംരക്ഷിക്കുമെന്ന പ്രകോപനപരമായ നിലപാട്, ഈ സാഹചര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് ഭാരതത്തിലെ ബംഗ്ലാദേശിൻ്റെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി കർശനമായ മുന്നറിയിപ്പ് നൽകാൻ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷണറായ റിയാസ് ഹമീദുള്ള എന്ന് പറയുന്ന ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ, ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന റിയാസ് ഹമീദുള്ളയെ വിളിച്ചു വരുത്തി ഭാരതം പ്രതിഷേധം അറിയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മ്യാൻമാറിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ചുമതല വഹിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ഈ നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഭാരതത്തിലെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി കൃത്യമായ പ്രതിഷേധം ഭാരതം അറിയിക്കുകയും ഭാരതത്തിൻ്റെ സ്ഥാപനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നതിനെതിരെയും കൃത്യമായ നിലപാട് ഭാരതം അറിയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാരത ബംഗ്ലാദേശ് ബന്ധം വീണ്ടും വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷേ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ തുടരുകയാണെങ്കിൽ നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം പിൻവലിക്കുന്ന നീക്കത്തിലേക്ക് പോലും എത്തിയേക്കുമെന്ന സൂചന തന്നെയാണ് വിദേശകാര്യ. മുഹമ്മദ് യൂനുസിനെ നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. മുഹമ്മദ് യൂനുസ് ആ രാഷ്ട്രത്തെ നയിക്കുകയല്ല, അങ്ങനെ തോന്നിപ്പിക്കലാണ്. പക്ഷേ യൂനുസിനെ നയിക്കുന്നവർ ഇത്തരം മതമൗലികവാദികളുടെ പ്രവൃത്തികളെ കൂടി അനുകൂലിക്കുന്നുണ്ടാകുമല്ലോ. സ്വാഭാവികമായും ഐസൻ പറഞ്ഞതുപോലെ ഭാരതം ബംഗ്ലാദേശ് ബന്ധത്തിൽ വീണ്ടും ഉലച്ചിലുണ്ടാകുന്നു, അല്ലേ?
തീർച്ചയായും ഒരു ഉലച്ചിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഏത് രീതിയിലാണോ ഭാരതം അവരുടെ ഈ ബംഗ്ലാദേശിൻ്റെ വിമോചന സമരത്തെ സഹായിച്ചത്, അതുപോലുള്ള രീതിയിൽ അതിനൊരു പ്രതികാരമെന്ന രീതിയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ കൃഷ്ണ സൂചിപ്പിച്ചതുപോലുള്ള ചില പ്രത്യേക താല്പര്യമുള്ള രാഷ്ട്രങ്ങൾ ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഭാരതത്തിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് മരുന്നിടുന്ന ഒരു നീക്കം, അല്ലെങ്കിൽ അതിനെ തീപിടിപ്പിക്കുന്ന ഒരു നീക്കം നടത്തുന്നു. അവർക്ക് അസൈലമാകാൻ, അസൈലം എന്ന് സാങ്കേതികമായി പറയാൻ സാധിക്കില്ലെങ്കിലും അത്തരത്തിൽ അവർക്ക് ഒളിച്ചു താമസിക്കാനുള്ളൊരു സാധ്യത തുറക്കുന്നതിനെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭീകര സ്വഭാവമുള്ള സംഘടനകളിലെ പ്രവർത്തകർക്ക് ഒളിച്ചു താമസിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ നിർബന്ധിതമാകുമെന്ന രീതിയിലൊക്കെയുള്ള ഏറ്റവും പ്രകോപനപരമായ ജനാധിപത്യ വിരുദ്ധമായ അന്താരാഷ്ട്ര ബന്ധങ്ങളെ പൂർണ്ണമായും ലംഘിക്കുന്ന നിലപാടുകളെല്ലാം തന്നെ സ്വീകരിക്കുന്നത് കടുത്ത നടപടികളിലേക്ക് തന്നെ നീങ്ങേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാവുന്നതാണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അവയെല്ലാം തന്നെ പരിഹരിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൻ്റെ പ്രധാന ശൃംഖലയോട് ചേർത്ത്, അല്ലെങ്കിൽ ഭാരതത്തോടൊപ്പം ചേർത്ത് നിർത്തുന്നതിൽ പ്രത്യേക താല്പര്യമെടുത്ത് പ്രത്യേക നടപടികൾ സ്വീകരിച്ചൊരു ചരിത്രമാണ് NDA സർക്കാരിനുള്ളത്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ളൊരു നീക്കം, ആ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിൻ്റെ താല്പര്യം ആർക്കാണ് എന്നതുമെല്ലാം തന്നെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇത്തരത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുന്ന, നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളും പ്രതിഷേധവും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെ പ്രേരണയായിട്ടുള്ളതും. കൃഷ്ണരാജ്. യെസ്, ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് നേരെ മതമൗലികവാദികൾ ഉയർത്തിയ ഭീഷണിയിൽ ശക്തമായ നിലപാടെടുക്കുന്നു ഭാരതം. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.